നിലാവുള്ള രാത്രിയിൽ നിശബ്ദമാം നിദ്രയിൽ വരണമൻ തോഹ കനവിലൻ നിലാവുള്ള രാത്രിയിൽ നിശബ്ദമാം നിദ്രയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഏറെ ആദരണീയരായ മുഅ്മിനീങ്ങളെ, തെക്കൻ കേരളത്തിന്റെ പണ്ഡിത കൂട്ടായ്മകളിൽ ഒന്നായ അൽ ഉലമ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിശുദ്ധ റബീഉൽ അവ്വൽ 1 മുതൽ നടന്നുവരുന്ന മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിന്റെ സമാപന ദിനത്തിലാണ് നാം ഉള്ളത്. ഈ റബീഉൽ അവ്വൽ 12ന്റെ ഈ പരിപാടിയോടുകൂടി 12 ദിവസമായി നടന്നുവരുന്ന മുത്തനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ താൽക്കാലിക സമാപനം കൂടിയാണ്. കേരളത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചാനലിലൂടെ നിങ്ങളോട് സംസാരിക്കുകയും ആരംഭപ്പൂവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രങ്ങളിൽ നിന്ന് പല ഇൽമുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു. അല്ലാഹു തആല ഇതിന്റെ സംഘാടകർക്കും ഇതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്കും ഇതിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാ ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന അഫ്ളലു തുർബ, അതാണ് പരിശുദ്ധമായ മദീന മുനവ്വറ. ആ മദീന മുനവ്വറയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയാക്കി മാറ്റുന്നത് അവിടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവോടുകൂടിയാണ്. ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം, യസ്രിബ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു നാട്, മലമ്പനി കൊണ്ട് കൂട്ടത്തോടെ ആളുകൾ മരിച്ചു വീണിരുന്ന പകർച്ചവ്യാധിയുടെ നാട്, ജീവിക്കാൻ കൊള്ളുകയില്ല എന്ന് ആളുകൾ വിധിയെഴുതിയ നാട്. ആ നാടിനെയാണ് പ്രകാശത്തിന്റെ പട്ടണം എന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന മദീന മുനവ്വറയാക്കി മാറ്റുന്നത് അന്ത്യപ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശനം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് മരണാനന്തര ജീവിതത്തിൽ മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ അല്ലാഹുവിന്റെ സ്വർഗം, ആ സ്വർഗത്തിന്റെ ഒരു ഭാഗത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പറിച്ചു നട്ടത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരയാണ്. മാ ബൈന ഖബ്രി വ മിംബരി റൗളത്തും മിൻ ദിയാദിൽ ജന്ന എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പരിശുദ്ധമായ പരിപാവനമായ ആ മണ്ണ്, അവിടെ സ്വർഗത്തിന്റെ ഒരു ഭാഗം, ഒരു കഷണം അല്ലാഹു തആല ചിന്തി വെച്ചിരിക്കുന്നു. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗത്തിൽ കടന്നിരിക്കുവാൻ മനുഷ്യന് ആഗ്രഹമുണ്ടെങ്കിൽ ഹബീബിന്റെ ചാരയാണ് എത്തുക. ഹജറുൽ അസ്വദ് പോലെ, മഖാമു ഇബ്രാഹിം പോലെ സ്വർഗീയ ലോകത്തു നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്ന നിരവധി വസ്തുവകകളെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായി മനസ്സിലാക്കുന്നത് മാ ബൈന ഖബ്രി വ മിംബരി എന്ന് പറഞ്ഞ സ്ഥലം തന്നെയാണ്. എന്തുകൊണ്ടാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കുന്നത്? അവിടെ വന്നത് ലോകത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റപ്പെടുന്നു, ആ സ്ഥലത്തിന്റെ രീതി മാറ്റപ്പെടുന്നു, അതിന്റെ നാശനഷ്ടങ്ങൾ ഒഴിവാക്കപ്പെടുന്നു, അവിടെ ബറക്കത്തിന്റെ ഗേഹമായി മാറപ്പെടുന്നു. എന്തിനേറെ ആ മണ്ണിൽ ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ ചീത്ത വിളിക്കരുതെന്ന് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു.
നിങ്ങൾ അവരോട് വെറുപ്പ് കാണിക്കുവാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾ ആ നാട്ടിൽ നിന്ന് മോഷ്ടിക്കുവാൻ പാടില്ല എന്ന് പറയുന്നു. യദൂബുൽ മിൽഹു കമാ യദൂബൽ മിൽഹു ഫിൽ മാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മദീനയിൽ നിന്ന് മോഷ്ടിച്ചു കഴിഞ്ഞാൽ ആ മോഷ്ടിക്കുന്ന പണം വെള്ളത്തിൽ വീണ ഉപ്പ് പോലെ അലിഞ്ഞു പോകുമെന്ന് ഹബീബ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുണ്ട്. നിങ്ങൾ മദീന നിവാസികളെ ചീത്ത വിളിക്കുവാൻ പാടില്ല, അവരോട് വെറുപ്പ് കാണിക്കുവാൻ പാടില്ല. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ഓരോന്നായി നമ്മെ പഠിപ്പിക്കുന്നത്? اللهم إني أحرم ما بين جبليها مثل ما حرم به إبراهيم مكة. പരിശുദ്ധമായ മക്ക മുക്കറമയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ശ്രേഷ്ഠമാക്കിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ അതിനെ ഹറമായി പ്രഖ്യാപിച്ചതുപോലെ ഞാനിതാ ഈ മദീന മണ്ണിനെയും ഹറമായി പ്രഖ്യാപിക്കുന്നു എന്ന് ലോകത്തിന്റെ പ്രവാചകർ വിളിച്ചു പറഞ്ഞു. മദീനയെ ശ്രേഷ്ഠമാക്കുകയായിരുന്നു. من استطاع منكم أن يموت بالمدينة فليفعل فإني أشهد لمن مات بها. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അവസാനം നിങ്ങൾ മരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോലും മൻ ഇസ്തതാഅ മിൻകും അൻ യമൂത ബിൽ മദീന ഫലയഫഅൽ, നിങ്ങൾ മദീനയിൽ മരിക്കുവാൻ പരിശ്രമിച്ചു കൊള്ളുക എന്ന ഹബീബായ നബി കരീമിന്റെ വർത്തമാനം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത്ഭുതകരമായ വർത്തമാനങ്ങളല്ലേ ഇതെല്ലാം? അത്ഭുതകരമായ വർത്തമാനങ്ങളല്ലേ ഇതെല്ലാം? ലോകത്തിന്റെ മണ്ണിൽ എവിടെ കിടന്ന് മരിച്ചാലും മുഅ്മിനീങ്ങൾക്ക് നന്മ തന്മയാണ്. ഈമാനോടുകൂടി കലിമത്തു തൗഹീദ് ചൊല്ലി മരിച്ചാൽ ഏത് നാട്ടിൽ മരിച്ചാലും നന്മ തന്നെയാണ്. പക്ഷെ അല്ലാഹുവിന്റെ ഹബീബ് എടുത്തു പറഞ്ഞു, നിങ്ങൾക്ക് മദീനയിൽ കിടന്നാണ് മരിക്കാൻ പറ്റുന്നതെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഫൈന്നി അശ്ഹദു ലിമൻ മാത ബിഹാ, അവിടെ കിടന്ന് മരിക്കുന്നവന് ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ ശുപാർശ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെയല്ലേ വീരപ്പുലിയായ ഇസ്ലാമിന്റെ വീരേതിഹാസം രചിച്ച സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുമ്മ റസുഖ്നി ഷഹാദത ഫീ സബീലിക വജഅൽ മൗതി ഫീ ബലദി റസൂലിക സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, എന്നെ നീ ഷഹീദാക്കണമേ നിന്റെ മാർഗത്തിൽ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആയാണ്. അദ്ദേഹം ദുആ ചെയ്തത് എങ്ങനെയാണ്? അല്ലാഹുവേ, എന്നെ നീ ഷഹീദിൽ പെടുത്തണമേ. അല്ലാഹുമ്മ റസുഖ്നി ഷഹാദതൻ ഫീ സബീലിക, നിന്റെ മാർഗത്തിൽ എന്നെ ഷഹീദാക്കണം, ശുഹദാക്കളിൽ പെടുത്തണം. മാത്രമല്ല വജഅൽ മൗതി ഫീ ബലദി റസൂലിക സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ പ്രവാചകന്റെ മണ്ണിൽ കിടന്ന് തന്നെ മരിക്കാനുള്ള തൗഫീഖ് എനിക്ക് നൽകുകയും വേണം. എന്തിനാണ് അവരൊക്കെ ഇങ്ങനെ ദുആ ചെയ്തത്? മദീന എന്ന് പറയുന്ന ഒരു മണ്ണിനെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശനത്തോടുകൂടി ലോകത്തിലെ ശ്രേഷ്ഠമായ മണ്ണാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയാണ്. എന്താണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? ആ പാദം പതിച്ച ആള് ആരാണ്? ശ്രേഷ്ഠത എത്രയാണ്? വലിപ്പം എത്രയാണ്? എത്രയാണ് ബഹുമാനം? എത്രയാണ് ആദരവ്? ആ ആദരവിന്റെ മണ്ണായി പരിശുദ്ധമായ മദീന മുനവ്വറ മാറിയെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുക, മസീഹുദ് ദജ്ജാൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും മസീഹുദ് ദജ്ജാലിന് കടക്കാൻ പറ്റാത്ത മണ്ണായി മദീനയെ മാറ്റിയില്ലേ ആസറഹുൽ മലായിക. അല്ലാഹുവിന്റെ മലക്കുകൾ മസീഹുദ് ദജ്ജാലിനെ ആട്ടിപ്പായിക്കുമെന്ന് പറയപ്പെട്ട ആ സ്ഥലം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഹബീബിനെ ആദരിച്ച് ബഹുമാനിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അള്ളാഹുവിന്റെ ദീനിനും വളക്കൂറുണ്ടാക്കി കൊടുത്ത മദീന, ആ മദീനയുടെ ശ്രേഷ്ഠത എങ്ങനെയാണ്? ഒരു ഭാഗം മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്. വിശുദ്ധ റബീഉൽ അവ്വൽ നമ്മുടെ നബിലേക്കിതാ മുത്തുനബി തങ്ങളുടെ ജന്മദിനം, ആ മഹത്തായ സുദിനത്തിലൂടെ നാം ഇതാ കടന്നു പോവുകയാണ്. സകല ലോകത്തിനും അനുഗ്രഹമായി നമ്മെ നന്മയുടെ പാതയിലേക്ക് നയിച്ച, പരിശുദ്ധ ദീൻ പഠിപ്പിച്ച, ഇൽമു പഠിപ്പിച്ച, സംസ്കാരം പഠിപ്പിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ പാതയിലൂടെ മുന്നോട്ട് ഗമിക്കുവാനുള്ള അവസരം അല്ലാഹു തആല നമുക്ക് നൽകുകയാണ്.
പ്രവാചക സ്മരണയിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബീഉൽ അവ്വലിൽ മാത്രമല്ലല്ലോ സ്മരിക്കപ്പെടുന്നത്. നമ്മുടെ ഓരോ ചലനങ്ങളിലും ഓരോ നിശ്ചലനങ്ങളിലും അള്ളാഹുവിന്റെ ഹബീബിനെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് മുഅ്മിനീങ്ങൾ മുന്നോട്ട് പോകുന്നത്. അള്ളാഹു നമുക്ക് ആ സ്മരണ മരണം വരെ നിലനിർത്തുവാനും ഹബീബിനെ സ്നേഹിക്കുന്നവരോടൊപ്പം ഒരുമിച്ച് കൂടുവാനും നാളെ ആഖിറത്തിൽ പരിശുദ്ധ പ്രവാചകനോടൊപ്പം ഒന്നിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആനുകാലിക വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. മുത്തുനബി തങ്ങളുടെ മദീനയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ 12 ദിവസമായി റഹ്മുറാഹിമായ തമ്പുരാനെ നിന്റെ പരിശുദ്ധ ദീനിനെ പറയുന്ന പണ്ഡിതന്മാർ, അൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം, അതിന്റെ പ്രവർത്തകർ, അതിന്റെ നേതാക്കന്മാർ, അള്ളാഹുവെ അവർക്ക് നീ ആഫിയത്തും സിഹത്തും ദീർഘായുസും നൽകണേ റഹ്മാനെ. സംഘടനാ വ്യത്യാസമില്ലാതെ പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനം ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് നീ ആഫിയത്തും സിഹത്തും ദീർഘായുസും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ അവരുടെ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്റെ സഹായം നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ തമ്പുരാനെ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് മുഅ്മിനീങ്ങളായി ജീവിച്ച് മുഅ്മിനീങ്ങളായി മരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. മുത്തുനബി തങ്ങളുടെ മദ്ഹ് കാരണമായി അള്ളാഹുവെ ഞങ്ങളുടെ നാടുകളിൽ ലോകത്ത് ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബലാകൾ എല്ലാം നീ നീക്കുകയും സമ്പൂർണമായും സമാധാനവും ശാന്തിയും രോഗശമനവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. രോഗികളായ മുഴുവൻ പേർക്കും നീ ശിഫാ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ രോഗം വരാതെ ഞങ്ങളെയും ഞങ്ങളുടെ നാടുകളെ മുഴുവനും നീ കാത്തുകൊള്ളണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കടമപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യപ്പെട്ടവർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ തമ്പുരാനെ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ആഖിറത്തിൽ ഉന്നത വിജയത്തിന് ഉടമകളാക്കി നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകളും നീ മാപ്പാക്കുകയും ഞങ്ങളെ സൻസ്വഭാവികളിൽ സജ്ജനങ്ങളിൽ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ പൊരുത്തമുള്ള കാര്യങ്ങൾ ചെയ്യുവാനും നിന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനും നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ദീനിന്റെ ഖാദിമീങ്ങൾക്ക് മുഴുവനും നീ ആഫിയത്തും സിഹത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ദീനിന്റെ ഖാദിമീങ്ങളായ മുഴുവൻ പേരെ നീ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ ക്ഷാമകാലഘട്ടത്തിൽ, ഈ വിഷമകാലഘട്ടത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ എല്ലാം നീ കൈപിടിച്ചുയർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകണേ നാഥ. ബിഹഖ് നബിയിനാ വസയ്യിദിനാ വഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا رب ارحمهم كما ربونا صغارا. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله.